എറണാകുളം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് മാക്കാച്ചിക്കാട എന്ന അപൂർവയിനം പക്ഷിക്കൂട്ടത്തെ. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിലാണ് മാക്കാച്ചിക്കാട എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീലങ്കൻ ഫ്രോഗ് മൗത്തിനെ കണ്ടെത്തിയത്. 106 മാക്കാച്ചിക്കാടകളെയാണ് 2 ദിവസം നീണ്ട സർവേയിൽ കണ്ടെത്തിയത്. ഇതാണ് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് അഥവാ മാക്കാച്ചിക്കാട. പെൺപക്ഷിക്ക് ചെമ്പിൻ്റെ നിറമാണ്. ആൺപക്ഷിയാണെങ്കിൽ മങ്ങിയ ചാരനിറവും. മുൻഭാഗത്ത് വലിയ കണ്ണുകൾ. ചുണ്ട് തവളയുടെ വായ് പോലിരിക്കുന്നതിനാൽ തവളവായൻ എന്ന പേരും ഇതിനുണ്ട്. ഇത്തരത്തിലുള്ള 106 മാക്കാച്ചിക്കാടകളെയാണ് വനം വന്യജീവി വകുപ്പ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയത്. സർവേ എന്നതിലുപരി ഇതൊരു പരിസ്ഥിതി പഠനം കൂടിയായിരുന്നുവെന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ പറഞ്ഞു. നമുക്കൊരു പക്ഷികളുടെ എണ്ണം അല്ലെങ്കിൽ പക്ഷികളുടെ അതിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം തന്നെയാണ്. കാരണം ഒരു ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടൽ അല്ലെങ്കിൽ മോശമാകുന്നതൊക്കെ പ്രതിഫലിക്കുന്നത് ഈ പക്ഷികളുടെ എണ്ണങ്ങൾ, ആ പ്രദേശത്ത് കാണുന്ന പക്ഷികളുടെ എണ്ണം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠനം, ഈ സർവേ എന്ന് പറയുന്നത് ഈ പക്ഷികളുടെ പഠനം മാത്രമല്ല, ഒരു പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ആദ്യമായാണ് മാക്കാച്ചിക്കാടയ്ക്ക് മാത്രമായി ഇത്തരത്തിലൊരു സർവേ നടത്തിയതെന്ന് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേപ്പ്. പക്ഷിസങ്കേതത്തിലെ ഐക്കണിക് ബേർഡായിട്ടുള്ള സിലോൺ ഫ്രോഗ് മൗത്തിന്, അത് പഴയ പേരാണ്, ശ്രീലങ്ക ഫ്രോഗ് മൗത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഫ്രോഗ് മൗത്തിൻ്റെ വിതരണം, നമ്പർ, പെയറിങ്, ബ്രീഡിങ്, നെസ്റ്റിങ്, അതുപോലെ തന്നെ ആ സീസണൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഈ പ്രവൃത്തികൾ, ഇതിനെ കുറിച്ച് സമഗ്ര പഠനവും ഡേറ്റയും നമുക്ക് ആവശ്യമാണ്. നിലവിൽ നമുക്കതങ്ങനെ ഇല്ല. അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, തട്ടേക്കാട് നാച്ചുറലിസ്റ്റ് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു വനം വന്യജീവി വകുപ്പിന്റെ സർവേ. വ്യത്യസ്തമായ 6 ആവാസ വ്യവസ്ഥ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലുണ്ട്. ഇതിൽ നിത്യഹരിത വനമേഖലയിലാണ് മാക്കാച്ചിക്കാടയുടെ ആവാസ കേന്ദ്രം കൂടുതലായി കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.